കാട്ടാക്കടയിൽ കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ആരോഗ്യനില വഷളായിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നും മറ്റാശുപത്രിയിലേക്ക് റഫർ ചെയ്തില്ല എന്നുമാണ് ആരോപണങ്ങൾ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അധികൃതർ തള്ളി. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആര്യനാട് ചക്കിപ്പാറ സ്വദേശി 2.5 വയസ്സുള്ള ഐഷ ഫാത്തിമയാണ് കാട്ടാക്കടയിലെ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ശ്വാസതടസ്സവും മുഖത്തെ നീരും കാരണമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കുഞ്ഞിനെ മമൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ശ്വാസതടസ്സത്തിന് ആവി പിടിക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്ത ശേഷം 2 കുത്തിവയ്പ്പെടുത്തു. ഇതിനു പിന്നാലെ അസുഖം മൂർച്ഛിച്ച് കുട്ടി മരിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഉമ്മ വന്ന് ബഹളം വെച്ചപ്പോൾ ഇവർ കുട്ടിയെ ഒരു 10 മിനിറ്റ് കൂടെ അവിടെ ഇട്ടിരുന്നിട്ട് നേരെ ആംബുലൻസിൽ കയറ്റി അവരെ സ്വയമേ ആംബുലൻസ് കയറ്റി ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ വണ്ടി കയറിയപ്പോൾ ആംബുലൻസിൽ കയറിയപ്പോൾ അവർ നമ്മളെ ഇറക്കി വിട്ടു. ആംബുലൻസിലെടുത്ത് പോകാൻ നമ്മളെ വീട്ടുകാരെ കയറ്റാത്ത കാര്യം എന്താണ്? കുട്ടി ഓൾറെഡി മരിച്ചെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഓൾറെഡി മരിച്ചെന്നാണ് പറഞ്ഞത്. എനിക്കത് മറച്ചു വയ്ക്കാനല്ലേ അവർ ചോദിച്ചത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മമ്മൽ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അരുൺ വാര്യർ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ് വിശദീകരണം. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.